ദുനിയാവിലെ ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും അത് വലിയൊരു അനുഗ്രഹവും നേട്ടവും ഖൈറുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു വിഭാഗം ഈ ദുനിയാവിൽ വിശ്വാസികളായ ഈമാനുള്ള നമ്മൾ മാത്രമാണ്. ജീവിതത്തിൽ നേരിടുന്ന മുഴുവൻ പരീക്ഷണങ്ങൾ, കഴിഞ്ഞ ആഴ്ച ആ വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ ദുരിതങ്ങളും പരീക്ഷണങ്ങളും, മാനസികമായ സംഘർഷങ്ങൾ, ടെൻഷൻ, അതൊക്കെ അനുഗ്രഹമാണ്. ചിലപ്പോൾ അത് ദുനിയാവിലും അനുഗ്രഹമാണ്, ആഖിറത്തിലും അനുഗ്രഹമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം, അത് മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നാം മാത്രം. ചിലപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും, ചിലപ്പോൾ ആഖിറത്തിൽ മാത്രം. ദുനിയാവിൽ ചിലപ്പോൾ നാം ആഗ്രഹിക്കുമ്പോലുള്ള, പ്രതീക്ഷിക്കുമ്പോലുള്ള സന്തോഷം ലഭിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ ആഖിറത്തിൽ വലിയ നേട്ടമായിരിക്കും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അത്താ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരട്ടെ. അവര് സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാട്ടിത്തരട്ടെ. അത്താ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ബല, എനിക്ക് കാട്ടിത്ത. ഒരു കറുകറുത്ത പെണ്ണിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ, ഈ കറുത്ത പെണ്ണ് അവര് സ്വർഗത്തിലാണ്, അവര് സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ടയാളാണ് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. എന്താണ് കാരണം? സംഭവം വിശദീകരിച്ചു കൊടുക്കാൻ. അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. ഫഖാലത്, എന്നിട്ട് റസൂലിനോട് അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നി ഉസ്റഉ വ ഇന്നി അതകശഫു, എനിക്ക് അപസ്മാര രോഗമുണ്ട്. പലപ്പോഴും എന്റെ ബോധം നഷ്ടപ്പെട്ട് ഞാൻ നിലത്ത് വീണു പോകാറുണ്ട്. എന്റെ ശരീരത്തിന്റെ നഗ്നമായ ഭാഗങ്ങൾ, ഔറത്ത് വെളിവാകാറുണ്ട്. അതൊരു വല്ലാത്ത പ്രയാസാണ് റസൂലേ. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ഫദുഅല്ലാഹ ലി, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം. അപസ്മാര രോഗമുണ്ടായി ബോധം നഷ്ടപ്പെട്ട് നിലത്ത് കിടന്നുരുണ്ട് ശരീരത്തിന്റെ ഔറത്ത് വെളിവാകുന്ന അങ്ങേറ്റം സങ്കടകരമായ ഒരവസ്ഥ. ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ഖാല, അല്ലാഹുവിന്റെ റസൂല് മറുപടി കൊടുത്തു, ഇൻ ശിഅ്തി സബർതി, നിനക്ക് കഴിയുമെങ്കിൽ നീ ക്ഷമിക്കുക. വലക്കിൽ ജന്ന, പകരം നിനക്ക് സ്വർഗമുണ്ട്. നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ അസുഖത്തിന്റെ പേരിൽ നീ ക്ഷമിക്കുക. വലക്കിൽ ജന്ന, പകരം നിനക്ക് സ്വർഗമുണ്ട്. അല്ല വൈൻ ശിഅ്തി, അതല്ല ഞാൻ ദുആ ചെയ്യണമെങ്കിൽ ദഅഉതുല്ലാഹ അൻ യുആഫിയകി, നിന്റെ അസുഖത്തിന്റെ ശിഫക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഖാലത്, ആ സ്ത്രീ അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി കൊടുത്തു, അസ്ബിർ, റസൂലെ ഞാൻ ക്ഷമിക്കുകയാണ്, നിനക്ക് സ്വർഗം മതി.
ഞാൻ ക്ഷമിക്കുകയാണ് റസൂലേ, പക്ഷേ ഞാൻ ബോധം കെട്ട് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവായി പോകുന്നുണ്ട്. ഔറത്ത് വെളിവായി പോകാതിരിക്കാൻ, ആളുകൾക്ക് മുന്നിൽ എന്റെ മാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അതിനുവേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുവേണ്ടി ആ സ്ത്രീക്ക് വേണ്ടി റസൂല് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഞാൻ ക്ഷമിക്കുകയാണ് റസൂലേ, എനിക്ക് സ്വർഗം മതി. മരണം വരെ ആ അപസ്മാര രോഗത്തിന്റെ പരീക്ഷണം കൊണ്ട് ജീവിച്ചു. അത് സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് പകരം എനിക്ക് സ്വർഗമുണ്ട് എന്ന് റസൂല് പറഞ്ഞപ്പോൾ എനിക്ക് ആ സ്വർഗം മതി, എന്റെ രോഗം എനിക്ക് പ്രശ്നമല്ല എന്ന് ചിന്തിച്ച, അങ്ങനെ തീരുമാനിച്ച ആ സ്ത്രീ അത് സ്വർഗാവകാശികളിൽപ്പെട്ട പെണ്ണാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തി കൊടുക്കാൻ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവര് ജീവിതത്തെ നോക്കിക്കാണും പോലെയല്ല നമ്മൾ ദുന്യാവിനെയും നമ്മുടെ ജീവിതത്തെയും നോക്കിക്കാണേണ്ടത്. അവരെന്ത് വീക്ഷണകോണിലൂടെയാണോ ദുന്യാവിനെ കാണുന്നത്, അങ്ങനെയല്ല ദുന്യാവിലെ ജീവിതത്തെ. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ റിസ്ക് കൊടുക്കും. പരിശുദ്ധ ഖുർആൻ. ഈ ദുന്യാവിൽ അള്ളാഹു വിഭവങ്ങൾ കൊടുക്കുന്നത്, സമ്പത്ത് കൊടുക്കുന്നത്, ജീവിത സൗകര്യങ്ങൾ കൊടുക്കുന്നത്, അത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്. ദുന്യാവിൽ ആർക്കെങ്കിലും ദുന്യവിയായ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്കാണ് ലഭിക്കുന്നത്. ഇന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ. മറ്റൊരായത്താണ് ഇന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്. ലിമൻ യശാ, അള്ളാഹു തീരുമാനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല യബ്സുത്തുർ റിസ്ഖ്, ഈ ദുനിയാവിൽ റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. കണ്ണും കണക്കും ഇല്ലാതെ പടച്ചോൻ കൊടുക്കും ഈ ദുനിയാവ്. സൗകര്യങ്ങൾ, സമ്പത്ത്, അതിനപ്പുറം. പക്ഷേ ഇതൊക്കെ വയഖ്ദിർ, എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന മറ്റു ചില ആളുകൾക്ക് അവൻ ദുന്യാവിൽ ഇടുക്കവും ഞെരുക്കവും ദാരിദ്ര്യവും കൊടുക്കും. അതും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്. അതും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്. എന്നാലോ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. എനിക്ക് ലഭിച്ചത് അത് എന്റെ കഴിവാണ്, എന്റെ തന്റേടാണ് എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പരിശ്രമിച്ചത് കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയല്ല, അങ്ങനെയല്ലാന്ന്. ലിമൻ യശാഇൽ, അള്ളാഹു ഉദ്ദേശിച്ച വിഭാഗത്തിൽ പെട്ടതുകൊണ്ടാണ്. നമ്മേക്കാൾ കഴിവും തന്റേടവും പരിശ്രമവും മരിച്ച് കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്കിത് ലഭിക്കണില്ല. അവര് പരിശ്രമിക്കാത്തോണ്ടോ ആഗ്രഹിക്കാത്തോണ്ടോ ഒന്നുമല്ല. ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കണം. ചില ആളുകൾ ഹൈവേയുടെ സൈഡിൽ അലുവ കഷ്ണം പോലുള്ള ഒരേക്കർ സ്ഥലം വാങ്ങിയിട്ട് വർഷങ്ങളോളം അത് കച്ചവടം ചെയ്യാൻ നോക്കിയിട്ടും നടക്കാതെ അവസാനം നഷ്ടത്തിന് കച്ചവടം ചെയ്യും ചില ആളുകൾ. സ്ഥലത്തിന് മൂല്യമില്ലാത്തോണ്ടല്ല. എന്നാൽ മറ്റു ചില ആളുകൾ ചില പാറക്കെട്ടുകൾ പോയി വാങ്ങിയാലും ഇരട്ടി ലാഭത്തിന് ചിലപ്പോൾ വിൽക്കും. നമ്മൾ പറയും അവന്റെ സമയം നല്ലതാണ്, മറ്റവന്റെ സമയം മോശം. നമ്മൾ അങ്ങനെയാണ് പറയണത്, അവന്റെ നല്ല സമയമാണ്. പക്ഷെ ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ച വിഭാഗത്തിൽ നാം പെട്ടതുകൊണ്ടാണ്, അവൻ പെട്ടതുകൊണ്ടാണ്
അവനാ സൗഭാഗ്യങ്ങൾ ലഭിച്ചത്. വല്ലാഹി ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ. ദുനിയാവിലെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകുന്നത് ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്ക വിഭാഗത്തിൽ. പടച്ചവന്റെ ഉദ്ദേശവും കരുതലും അവന്റെ വിഷയത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. അവന്റെ കഴിവല്ല, അവന്റെ പരിശ്രമത്തിന്റെ പേരിലല്ല. എന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമിക്കേണ്ടെന്നാണോ? വഅജ്മിലൂ ഫിത്തൊലബ്, നന്നായിട്ട് പരിശ്രമിച്ചോളണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നമ്മൾ എത്ര പരിശ്രമിച്ചാലും പടച്ചവൻ തീരുമാനിക്കണ്ടേ? എന്നാ വേണ്ട, അങ്ങനെയാണോ? വഅജ്മിലൂ ഫിത്തൊലബ്, നന്നായിട്ട് പരിശ്രമിച്ചു കൊള്ളണം. ഖുദൂ മാ ഹല്ല, ഹലാലായത് എത്ര വേണമെങ്കിലും നിങ്ങൾ സ്വീകരിച്ചോ. വദഉ മാ ഹറം, ഹറാമായത് ഒഴിവാക്കിക്കോ. അത്ര ശ്രദ്ധിക്കാനുള്ള. ഹറാമ് വേണ്ട, ഹലാൽ എത്ര വേണമെങ്കിലും പരിശ്രമിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ വീക്ഷണം അത് മറ്റുള്ളവരെ പോലെ ആകരുത്. സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും നിയന്ത്രണം വേണം. സന്തോഷത്തിനും വേണം, സങ്കടങ്ങൾക്കും വേണം. വലാ തസുബ്ബുൽ ഹുമ്മ, ഒരു പനി ബാധിച്ചാൽ നിങ്ങൾ ശാപവാക്കുകൾ പറയരുത്. ചെറിയൊരു പനിയാണ്, ഒടുക്കത്തെ പനി എന്ന് പറയാൻ പാടില്ല. എന്തസുഖമാകട്ടെ, എന്തസുഖമാകട്ടെ, മറ്റുള്ളവര് ചിലപ്പോ ശാപവാക്കുകൾ പറയും. പക്ഷേ മുസ്ലിം ശാപവാക്കുകൾ പറയാൻ പാടില്ല. കാരണം അത് അനുഗ്രഹമാണ്. ജീവിതത്തിൽ മനസ്സിന്റെ സമനില തെറ്റിയിട്ട് ജീവിതം തന്നെ മടുത്തു പോകുന്ന എത്ര വലിയ സാഹചര്യമുണ്ടായാലും ആത്മഹത്യയിലേക്ക് തിരിയാൻ മുസ്ലിമിന് അനുവാദമില്ല. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. മറ്റു പല മതങ്ങളിലും ആ വിഷയത്തിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശമൊന്നുമില്ല. ആത്മഹത്യ ചെയ്യാവോ ചെയ്യാൻ പാടില്ലയോ? നമ്മളോട് പറയാൻ ഹറാമാണ്, പാടില്ല. ഈമാൻ നഷ്ടപ്പെടുകയാണ്. ഈമാൻ ഇനി ജീവിക്കാൻ പറ്റില്ല. ആ നിലക്ക് മാനസികമായി തകർന്നു, ഒരു നിലക്കും മുന്നോട്ട് പോകൂല. എങ്കിലും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചേക്കുക, മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. ഇത് പടച്ചവന്റെ ഇടപെടലാണ്. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു സാഹചര്യം വന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കാൻ മുസ്ലിമിന് അനുവാദമില്ല. യാചന പാടില്ല എന്നാണ് കൈനീട്ടുന്ന അവസ്ഥ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദാരിദ്ര്യാണ്. പക്ഷേ യാചന പാടില്ല. വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അല, ഒരാൾ ദാരിദ്ര്യത്തിൽ യാചനയുടെ കവാടം തുറന്നാൽ ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖർ, അല്ലാഹു വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിന്റെ കവാടം ആ മനുഷ്യന് തുറന്നു കൊടുക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാന്നേ. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ മറ്റ് കഴിവുള്ള ആളുകളുടെ മുന്നിൽ പോയി കൈ നീട്ടാനുള്ള അനുവാദം ഉണ്ടാകും. പക്ഷെ നമുക്കില്ല എന്നാണ്. നീട്ടുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ ആളുകൾ, അത് വേറെ വിഷയം. നീട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നീട്ടാനുള്ള അനുവാദം ഇല്ല എന്നാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. അങ്ങനെ നീട്ടിയാൽ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും ആ മനുഷ്യൻ ചെന്ന് പതിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കണമെന്നാണ് മുസ്ലിമായ മനുഷ്യൻ. കയ്യിലുള്ളത് കൊണ്ട്. ഒരാൾക്ക് 10 സെന്റ് സ്ഥലമുണ്ട്, വീട് വെക്കണം. 10 സെന്റ് സ്ഥലമുണ്ട്, 5 സെന്റ് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ബാക്കി 5 സെന്റിൽ വീട് വെക്കാൻ നോക്കണം. മുസ്ലിം അങ്ങനെ ചെയ്യണം. അല്ലാതെ എന്നെ സഹായിക്കാൻ എവിടെന്നെങ്കിലും കുറെ പൈസ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് ഓടിപ്പായി അല്ല. 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 5 സെന്റ് വിൽക്കണം. എന്നിട്ട് ബാക്കി 5 സെന്റിൽ വീട് പണിയാൻ നോക്കണം. മറ്റുള്ളവരുടെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് കൈനീട്ടാൻ അങ്ങനെ മുസ്ലിമിന് പാടില്ല എന്നാണ്.
ഒരു ഹോസ്പിറ്റൽ കേസാണ്, 50,000 രൂപ വേണം, കയ്യിൽ പൈസ ഇല്ല. മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയുടെ കയ്യിൽ 1 പവന്റെ ഒരു മാല കിടക്കുന്നുണ്ടോ, 1 പവന്റെ ഒരു വള കിടക്കുന്നുണ്ടോ, ആ വള കൊണ്ടുപോയി വിറ്റിട്ട്, പണയം വെച്ചിട്ടല്ല, വിറ്റിട്ട് ആ പൈസ ഉണ്ടാക്കി ഹോസ്പിറ്റൽ കേസ് നടത്തണം. അങ്ങനെയാണ് മുസ്ലിം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകും. കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കാൻ, ഒരു ദിവസം 500 രൂപ സമ്പാദിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര പരിശ്രമിച്ചാലും ഒന്നും കയ്യിലെത്താത്ത ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. വീട് വീണ്ടാന്തരം കൈനീട്ടി നടന്നാൽ 500 അല്ല, 1000 അല്ല, 2000 അല്ല, അതിന്റെ മുകളിൽ കിട്ടും. റമദാനിൽ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോ 10,000 രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോ, സത്യം പറയാലോ ഉസ്താദെ 5,000-6,000 രൂപ കിട്ടും എന്നാ പറഞ്ഞത്. 5,000-6,000 രൂപ കിട്ടും. 500 രൂപക്ക് ഇവിടെ കഷ്ടപ്പെടുകയാണ്. ആ മനുഷ്യനാണ് ഈ വരുന്നയാൾക്ക് 10ഉം 20ഉം 50ഉം എടുത്തു കൊടുക്കുന്നത്. പക്ഷേ ആ കൈനീട്ടി കിട്ടുന്നത് ജീവിതാവസാനം വരെ കൈനീട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ, ദുന്യാവിനെ മറ്റുള്ളവർ കാണും പോലെ ആ വീക്ഷണ കോണിലൂടെ നമ്മൾ കാണാൻ പാടില്ല എന്നാണ്. ദുന്യാവിനെ അങ്ങനെയാണ്, പൈസയെയും അങ്ങനെയാണ്. പൈസ എന്ന് പറഞ്ഞാൽ കൗശലക്കാരനാണ്. നമ്മുടെ കയ്യിൽ വന്നാലും മനസ്സിന് ചിലപ്പോ സമ്പന്നത ലഭിച്ചോളണമെന്നില്ല. പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും മനസ്സിന് സമ്പന്നത ലഭിച്ചോളണമെന്നില്ല. ഇന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചതിന്റെ പേരിലാണ് എനിക്ക് സമ്പന്നതയിലേക്ക് അല്ലാഹുവാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന ഒരു ഈമാൻ ഉണ്ടാകുമ്പോഴാണ് കയ്യിൽ പൈസ വരുമ്പോ ഇവിടെ മനസ്സിന് സമ്പന്നത ലഭിക്കുന്നത്. ഇതെന്റെ കഴിവല്ല, ഇത് എന്റേതുമല്ല, എന്നെ സമ്പന്നതയിലേക്ക് തെരഞ്ഞെടുത്തത് പടച്ച റബ്ബാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനത്തെ ഒരു ഈമാൻ നമുക്കുണ്ടാകുമ്പോ അപ്പോഴാണ് മനസ്സിന് സമ്പന്നത ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മദീനയിൽ ചെന്നപ്പോൾ സഹാബത്തിന് കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥ. ബിഅ്റു റൂമ എന്ന പേരുള്ള കിണർ, ജൂതന്റെ ഉടമസ്ഥതയിലുള്ള കിണർ. ആ ജൂതന്റെ അടുക്കൽ പോയി പൈസ കൊടുത്ത് സഹാബത്ത് വെള്ളം വാങ്ങുന്ന അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, മൻ യശ്തരി ബിഹാ മിൻ ഖാലിസി മാലി, മൻ യശ്തരി ബിഹാ മിൻ ഖാലിസി മാലി. ഇത് സ്വന്തം പൈസ കൊടുത്തിട്ട് വാങ്ങി എനിക്ക് സമർപ്പിക്കാൻ ആരാണ് തയ്യാറുള്ളത്? ബിഐനിൻ ഫിൽ ജന്ന, പകരം സ്വർഗത്തിൽ ഒരു അരുവി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇത് ആര് വാങ്ങിത്തരും മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടാൻ? ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വിവരമറിഞ്ഞു. ഫബലഗ ദാലിക ഉസ്മാൻ റളിയല്ലാഹു തആല ഫശ്തറാഹാ ബി35,000 ദറാഹിം. 35,000 ദിർഹം പൈസ കൊടുത്തിട്ട് ആ ജൂതന്റെ കയ്യിൽ നിന്ന് ബിഅ്റു റൂമ എന്ന കിണർ വാങ്ങിയിട്ട് വസബ്ബലഹാ വജഅലഹാ വഖഫാ, അത് വഖഫാക്കി മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി സമർപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല 35,000 ദിർഹം വില കൊടുത്ത് ജൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വഖഫാക്കി കൊടുക്കുകയാണ്, വെള്ളം മുസ്ലിമീങ്ങൾക്ക് ഉപയോഗിക്കും. കാരണം എന്റെ കയ്യിലുള്ളത് അല്ലാഹ് തന്നതാണ്. പിന്നെ ഇത് ചെയ്യുന്നതിന് എനിക്കെന്ത് മടി? ഖൈബറിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു തോട്ടമുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാറുണ്ട്, ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ മിൻ, ഇതിനേക്കാൾ അമൂല്യമായ ഒരു മുതലും എന്റെ കയ്യിലില്ല. ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു തോട്ടം എന്റെ കയ്യിലില്ല. അവസാനം അള്ളാന്റെ റസൂലുമായിട്ട് സംസാരിച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടാൻ പാകത്തിന് ഖൈബറിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ ഈത്തപ്പനത്തോട്ടം ഉമർ റളിയല്ലാഹു തആല അൻഹു വഖഫ് ചെയ്തു.
മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടാൻ പാവപ്പെട്ട ദരിദ്രരായ ഫക്കീർമാരായ മിസ്കീന്മാരായ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം കിട്ടാൻ അതിന്റെ വരുമാനം കൊണ്ട് ഉപകാരം കിട്ടാൻ വേണ്ടി വഖഫ് ചെയ്തു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. കാരണം ഇതൊക്കെ എനിക്ക് അള്ളാഹ് തന്നതാണ്, പിന്നെ ഞാൻ കൊടുത്തു എന്ന് അർത്ഥം എന്താണ്? ഇതൊക്കെ അള്ളാഹ് എനിക്ക് തന്നതാണ്, പിന്നെ ഞാൻ കൊടുത്തു എന്നർത്ഥം. തന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാം, പിന്നെ ഞാൻ എന്തിനും മടി കാണിക്കണം? നമ്മുടെ ദുനിയാവും നമ്മുടെ സമ്പത്തും നമ്മുടെ കയ്യിലുള്ളതും ഒക്കെ നമ്മൾ നോക്കി കാണേണ്ടത് അങ്ങനെയാണ്. വഖഫ് ചെയ്തു കൊടുക്കുക. വഖഫ് എന്നുള്ളതൊന്നും വലിയൊരു വിവാദമാണ്. മുനമ്പം വഖഫ് ഭൂമിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടക്കാൻ. കേന്ദ്രമന്ത്രി പോലും, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പോലും പറയുന്ന വഖഫ് എന്ന വാക്കുച്ചരിക്കാൻ എനിക്ക് പ്രയാസമാണ്. അത് കിരാതമാണ്. വഖഫിനെ പറ്റി കേന്ദ്രമന്ത്രി കിരാതമാണ്, കിരാതം. ഒരാള് സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വന്തം പേരിലുള്ള ഒരു സ്വത്ത്, അത് സമുദായത്തിന് ഉപകാരപ്പെടാൻ, ഒരിക്കൽ പള്ളിക്ക് അല്ലെങ്കിൽ മദ്രസയ്ക്ക് അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ പൊതുജനങ്ങൾക്ക്, യാത്രക്കാർക്ക്, മറ്റു ജീവജാലങ്ങൾക്ക് ഒക്കെ അതിന്റെ ഉപകാരം ലഭിക്കാൻ പാകത്തിന് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത് വഖഫ് ചെയ്തു, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ് ആ ധനം സ്വയം സമർപ്പിക്കുക. ഇതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയാണ് കേന്ദ്രമന്ത്രി കിരാതം എന്ന് പറയുന്നത്. അങ്ങനെ വഖഫ് ചെയ്താൽ ആ സ്ഥലം പിന്നെ വിൽക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു, അതിൽ വിൽപ്പന പാടില്ല, മറ്റു ക്രയവിക്രയങ്ങളൊന്നും പാടില്ല. ഇലാ യൗമിൽ ഖിയാമ അങ്ങനെ തന്നെ. എന്താവശ്യത്തിന് വേണ്ടിയാണോ അതിന്റെ ഉപകാരം വഖഫ് ചെയ്തയാൾ നിയ്യത്ത് ചെയ്തിട്ടുള്ളത്, ആ നിലക്ക് അതിന്റെ വരുമാനം ഉപയോഗിക്കണമെന്നാണ്. 1950 ഞാൻ പെട്ടെന്ന് നിർത്താണ്. 1950 വഖഫ് വഖഫ് ചെയ്ത് 1950 വഖഫായി ആധാരം ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമിയാണ്. ഏകദേശം 405 ഏക്കർ ഭൂമി. മുനമ്പം എസ്റ്റേറ്റ് 405 ഏക്കർ സ്ഥലം വഖഫ് ചെയ്തു എന്ന് നാവുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഔദ്യോഗികമായി വഖഫായി ആധാരം ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. 2007 കേരളത്തിൽ പലയിടത്തും വഖഫ് ഭൂമികൾ കയ്യേറപ്പെടുന്നു എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് ആ വിഷയത്തിൽ കൃത്യമായി അന്വേഷണം നടത്താൻ, പഠനം നടത്താൻ കേരള ഗവൺമെന്റ് ഒരു കമ്മീഷനെ തീരുമാനിച്ചു. അവർ പഠിച്ചിട്ട് റിസൾട്ട് കൊടുത്തു. വലിയ കയ്യേറ്റങ്ങൾ 10, 20, 22 വലിയ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് മുനമ്പത്താണ്. 405 ഏക്കറിൽ 188 ഏക്കർ വിൽപ്പന നടന്നിട്ടുണ്ട്. വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല. 188 ഏക്കർ വിൽപ്പന നടന്നിട്ടുണ്ട്. 20 ഏക്കർ കടലെടുത്തു പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് പലരും കയ്യേറിയിട്ടുണ്ട്. ആ വഖഫ് സ്വത്തിൽ 405 ഏക്കറിൽ 1 ഏക്കറോ 1 സെന്റോ പോലും വഖഫ് സ്വത്തായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നതായി ആ റിപ്പോർട്ടിലില്ല. അതിപ്പോ അവശേഷിക്കുന്ന റിപ്പോർട്ടിലില്ല. അവസാനം ഹൈക്കോടതിയിൽ പ്രശ്നം വന്നു. ഹൈക്കോടതി വിഷയം പഠിച്ചു. അത് വഖഫ് സ്വത്താണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. അത് തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതി ഉത്തരവിറക്കി. ഗവൺമെന്റിനോടും അതുപോലെ വഖഫ് ബോർഡിനോടും ഒക്കെ. പലരും വഖഫ് സ്വത്താണെന്ന് അറിഞ്ഞും അറിയാതെയും അത് കയ്യേറിയിട്ടുണ്ട്. ചിലർ അതിന്റെ ചുമതലക്കാരായിരുന്ന ആളുകൾ കൃത്രിമം നടത്തിയും അല്ലാത്ത രൂപത്തിലുമൊക്കെ രേഖകൾ ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് അതിൽ കൃത്രിമമായ ആധാരങ്ങളും മറ്റൊക്കെ നടന്നിട്ടുണ്ട്. വലിയ വലിയ റിസോർട്ടുകൾ പോലെ ഉണ്ട്. തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അത് തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതിയാണ് ഗവൺമെന്റിന് ഉത്തരവിട്ടത്.
പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നോണ്ട് ഗവൺമെന്റും വഖഫ് ബോർഡും ഒക്കെ ഒന്ന് പെൻഡിങ്ങിലാക്കി. ഹൈക്കോടതിയുടെ നിരന്തര സമ്മർദ്ദത്തിനെ തുടർന്ന് ഈ അടുത്ത് അതിൽപ്പെട്ട ഏകദേശം 12 റിസോർട്ട് ഉടമകൾക്ക് കത്ത് കൊടുത്തു. റിസോർട്ട് ഉടമകൾക്കാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. നൂറുകണക്കിന് പാവപ്പെട്ട അവർക്കൊന്നും കത്ത് കൊടുത്തിട്ടില്ല. അതിനെ തുടർന്നുള്ള വിവാദങ്ങളാണ്, വിഷയം നിർത്താൻ, അതിനെ തുടർന്നുള്ള വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കണമെന്നോ അവിടുത്തെ പാവപ്പെട്ട ആളുകളെ ഒഴിപ്പിക്കണമെന്നോ ഒന്നും ഈ സമുദായത്തിൽപ്പെട്ട സമുദായ സംഘടനകളോ നേതാക്കന്മാരോ ഈ സമുദായം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അത് തിരിച്ചു പിടിക്കണമെന്ന് ഗവൺമെന്റിനോടും വഖഫ് ബോർഡിനോടും പറഞ്ഞതിനെ തുടർന്ന് 12 റിസോർട്ട് ഉടമകൾക്ക് മാത്രം കത്ത് കൊടുത്തു. അവര് മറുപടിയും കൊടുത്തിട്ടില്ല. പക്ഷെ അത് ഈ സമുദായത്തിന്റെ മേലേക്കാണ് അത് കൊണ്ടുപോയി വെക്കുന്നത്. ക്രൈസ്തവ സമുദായത്തിലെ ചില തീവ്രവാദ സംഘടനകൾ, അതുപോലെ സംഘപരിവാർ ലോബിയൊക്കെ വഖഫ് ബോർഡ് അവര് പറയുന്നത് 100 ചില്ലാനം കുടുംബമുള്ളൂ, 600-ലധികം കുടുംബങ്ങളുടെ ഭൂമി കയ്യേറുകയാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ രാജ്യത്ത് പല ഭാഗത്തും അവർ കയ്യേറ്റങ്ങൾ നടത്തും. അതുകൊണ്ട് വഖഫ് ബോർഡിനെ നിലക്ക് നിർത്തണം എന്ന് പറഞ്ഞ് വലിയ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക്, സാമുദായിക ധ്രുവീകരണത്തിലേക്ക്, ഈ സമുദായത്തെ കുറ്റക്കാരായി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക്, കോടതിയിൽ വഖഫ് ബോർഡിന്റെ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വന്ന ചില നടപടികളുടെ പേരിൽ ഇരിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പാവപ്പെട്ട ആളുകളുണ്ട്, തലമുറകളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കണ്ണീര് വീഴാത്ത നിലക്ക്, എന്നാൽ വഖഫ് നിയമങ്ങൾക്ക് വിരുദ്ധമാകാത്ത നിലക്കും ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുക. ഇതേ നമ്മുടെ ആവശ്യമുള്ളൂ. അവിടുത്തെ പാവപ്പെട്ട ആളുകളെ ഇറക്കിവിടാൻ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ കണ്ണീര് വീഴാത്ത നിലക്ക് അതിന് പരിഹാരം ഉണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ